അവയവക്കടത്ത് കേസിൽ ആശുപത്രി അധികൃതർക്ക് പിന്നാലെ ഡോക്ടർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ കമ്മീഷൻ കൈപ്പറ്റിയിരുന്നു എന്നതാണ് ഇഡിയുടെ അന്വേഷണം. ഇതിന്റെ ഭാഗമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടറെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസി വിളിച്ചു വരുത്തിയിരുന്നു. അബ്ദുൽ നാസർ വിവരവുമായി ചേരുന്നു. അബ്ദുൽ നാസർ, ഏതൊക്കെ ഡോക്ടർമാർക്കെതിരെയാണ് അന്വേഷണം? അജിംസ്, അവയവക്കടത്ത് കേസിൽ മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെ പറയാം. ഇഡി ആദ്യമായി അന്വേഷിച്ചത് കള്ളപ്പണ ഇടപാടായിരുന്നു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടുകളിലേക്ക് മാത്രമായിരുന്നുവെങ്കിൽ തുടർന്ന് ഒരു പരിശോധനകൾ എത്തുന്നു, ആശുപത്രികളിലേക്ക് പരിശോധനകൾ എത്തുന്നു, അവിടുത്തെ ഡോക്ടർമാരിലേക്ക് കൂടി പരിശോധനകൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന വിവരം. കാരണം ഈ അവയവ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഡോക്ടർമാർ എങ്ങാനും കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇഡി അന്വേഷിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസുകൾ, ഇവരുടെ സ്വത്ത് വിവരങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കാനാണ് ഇഡി ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഈ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയത് പ്രകാരം അവയവക്കടത്തുമായി ബന്ധപ്പെട്ടിരുന്ന പ്രതികളും ആശുപത്രികളും തമ്മിൽ ചെറിയ രീതിയിലുള്ള പണക്കൈമാറ്റങ്ങൾ നടന്നതായി ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. 8 ഇടങ്ങളിൽ, അതായത് പ്രധാന മുൻനിര ആശുപത്രികളിൽ ഉൾപ്പെടെ 8 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ പല സുപ്രധാന രേഖകളും കണ്ടെടുത്തിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇതിന് ഡോക്ടർമാർക്ക് കൂടി പങ്കുണ്ടോ, അതിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ള തലത്തിലേക്കെല്ലാം ഇഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതേസമയം വ്യാജരേഖ ചമച്ചു അവയവക്കടത്ത് എന്നുള്ള ആ ഒരു ആംഗിൾ ഇപ്പോഴും അന്വേഷിക്കുന്നത് കേരള പോലീസ് തന്നെയാണ്. അതിന്റെ അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. കാരണം ഈ കേസിന്റെ വ്യാപ്തി കുറച്ചുകൂടി വലുതാണ്. എറണാകുളത്ത് 3 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല എന്ന് അറിയിച്ചുകൊണ്ട് കുറച്ചുകൂടി ജൂറിസ്ഡിക്ഷൻ പരിധി കൂടുതലുള്ള ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇഡിയിലേക്ക് എത്തുമ്പോൾ ഇഡി കള്ളപ്പണ ഇടപാടുകളിൽ ആദ്യം ആശുപത്രി അധികൃതരെ മാത്രമായിരുന്നു ചോദ്യമുനയിൽ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർമാരിലേക്ക് കൂടി അതിന്റെ അന്വേഷണം നീളുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനാവുന്നത്. ശരി നാസർ.